അടുത്തതായി നമ്മോട് അല്ലാമ ഇക്ബാൽ എന്നിവർ പങ്കുവെക്കുന്നത് സ്പെയിനിലെ കൊറഡോവയെ കുറിച്ചിട്ടുള്ള അതിന്റെ പ്രതാപകാലത്തുള്ള ഓർമ്മകളാണ്. ഹേ ജമീന കുർത്തുബാബി ദേദാ മുസ്ലിം കാനൂർ, ജമീൻ കുർത്തുബാബി കുർത്തുബ എന്നുള്ള ഭൂമിയും മുസ്ലിം കാനൂർ മുസ്ലിമിന്റെ പ്രകാശങ്ങൾ, മുസൽമാന്റെ പ്രകാശം ദേദാ ഹേ ദർശിച്ചതാണ്. ജുൽമത്തെ മഗ്രിബ് മേ ജോ റോഷൻ തീ മിസ്ല ശംഅത്തൂർ, ജോ എങ്ങനെയുള്ള കുർത്തുബയാണ്, ജുൽമത്തെ അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്രകാശമാണ്, ആ പ്രകാശം ജുൽമത്തെ മഗ്രിബ് മേ യൂറോപ്പിന്റെ അന്ധകാരത്തിൽ, മിസ്ല ശംഅത്തൂർ തൂരിസീന പർവ്വതം പോലെ, മെഴുകുതിരി പോലെ അത് പ്രകാശിച്ചിരുന്നു. അങ്ങനെയുള്ള ആ പ്രകാശം അല്ലെങ്കിൽ ആ കുർത്തുബ ബുജ്കെ അതിനെ കെടുത്തിയിട്ട് ബുസും സഭയെ മില്ലത്തെ മതത്തിന്റെ ബൈസ തിളങ്ങുന്ന പരീശാൻ കർഗയി ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ അങ്ങനെ അതിനെ അവരൊരുപാട് ബുദ്ധിമുട്ടിച്ചു. പക്ഷേ അവർ ദിയ നൽകി. അതിൻ്റെ ഓർഡർ അവർ ദിയ തഹസീബ് ഹാസിർ കാ ഫറോസാൻ കർഗയി, ഈ വരിയുടെ ഓർഡർ അവർ ഫറോസാൻ തഹസീബ്, ഫറോസാൻ എന്ന് പറഞ്ഞാൽ പ്രകാശിതമായിട്ടുള്ള, തഹസീബ് എന്ന് പറഞ്ഞ സംസ്കാരം, അപ്പോൾ പ്രകാശിതമായിട്ടുള്ള സംസ്കാരം, ഹാസിർക്ക ഇപ്പോൾ നിലവിലുള്ള ദിയ കർഗയി അത് നൽകിപ്പോയി. അവർ ഖബർ ഇസ് തഹസീബ് കി യേ സർസമീൻ പാക് ഹേ, ഖബർസ്ഥാന് ഇസ് തഹസീബ് കി, ഈ ഒരു സംസ്കാരത്തിന്റെ ഖബർസ്ഥാനായി മാറിയിരിക്കുന്നു. അതായത് അത് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഇസ്ലാം നൽകിയിരുന്ന സംസ്കാരമെല്ലാം അപ്പുണ്ടായിരുന്ന മുസ്ലിങ്ങളെല്ലാം ഇപ്പൊ ഇല്ലാതായി. അപ്പൊ അതിന്റെ ആ സംസ്കാരത്തിന്റെ ഖബർസ്ഥാനായിട്ടാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. അതാണ് ഖബർ ഇസ് തഹസീബ് കി, ഈ ഒരു സംസ്കാരത്തിന്റെ ഖബർ, യേ സർസമീൻ പാക് ഹേ, ഈ ഭൂമി, പാക് ഹേ അത് പരിശുദ്ധമാണ്, ജിസ്സെ അതിൽ നിന്ന്, താക്ക് ഗുൽഷൻ യൂറോപ്പ് കി റഗ്നംനാക് ഹേ, ജിസ്സെ അതിൽ നിന്ന് യൂറോപ്പിന്റെ താക്ക് ഗുൽഷൻ മുന്തിരിവള്ളികൾ, റഗ്നംനാക് ഹേ എന്നാൽ റഗ് അതിന്റെ ഞരമ്പുകൾ, നംനാക് ഹേ നനഞ്ഞതാണ്. അപ്പോൾ യൂറോപ്പിലേക്ക് വന്നിട്ടുള്ള എല്ലാ സംസ്കാരത്തിന്റെയും ഉറവിടം അത് കുർത്തുബയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിത്ത ഖുസ്തുന്തീനിയ, ഇനി അടുത്ത് അദ്ദേഹം പറഞ്ഞത് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചിട്ടുള്ളതാണ്, തുർക്കിയിലുള്ള. ഹിത്ത ഖുസ്തുന്തീനിയ യാനി ഖൈസർ കാ ദിയാർ, മഹദി ഉമ്മത്ത് കി സത്വത്ത് കാ നിസാൻ പായദാർ. ഹിത്ത ഖുസ്തുന്തീനിയ എന്നുള്ള പ്രദേശം, യാനി അതായത് കൈസർ കാ ദിയാർ, കൈസർ ചക്രവർത്തി അതായത് സീസർ ചക്രവർത്തിയുടെ പട്ടണം, അത് മഹദി ഉമ്മത്ത് കി, അത് ജനങ്ങൾക്ക് സന്മാർഗം നൽകുന്ന ഈ ഒരു സമുദായത്തിന്റെ, സത്വത്ത് കാ നിസാൻ പായദാർ, സത്വത്ത് കാ അന്തസ്സിന്റെ, നിസാൻ പായദാർ ഉറച്ച അടയാളമുണ്ട് അവിടെ. സൂറത്ത് ഖാക്ക് ഹറം യേ സർസമീൻ ബി പാക് ഹേ, അത് പരിശുദ്ധമായിട്ടുള്ള ഹറമിന്റെ രൂപത്തിലുള്ളത്. അതങ്ങനെ പറയാൻ കാരണം കോൺസ്റ്റാന്റിനോപ്പിൾ ഒരുപാട് കാലം ഇസ്ലാമിക ഉമ്മത്തിന്റെ കേന്ദ്രമായിട്ട് നിലനിന്നിട്ടുണ്ട്, ഉസ്മാനിയ ഭരണകൂടത്തിന്റെ. അപ്പൊ അത് ഹറമിന്റെ പോലെ ഹറമിന്റെ മാതിരി പരിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതാണ് സൂറത്തെ ഖാക്ക് ഹറം, സൂറത്തെ ഖാക്ക് ഹറം യേ സർസമീൻ ബി പാക് ഹേ, ഹറമിന്റെ പോലെയുള്ള ഈ ഒരു ഭൂമി അതും പരിശുദ്ധമാണ്. ആസ്ഥാനെ മസ്നദ് ആറായ ഷേലൂലാക്കി, ആസ്ഥാന വാതിൽപ്പടി, മസ്നദ് പറഞ്ഞാല് തലയണക്ക പറയാം, ആറായ. അപ്പോൾ നമ്മള് മസ്നദ് ആറായ പറഞ്ഞാല് ഇപ്പൊ നമ്മള് രാജാക്കന്മാരൊക്കെ ഈ അഭിപ്രായങ്ങൾ പറയണ ഇവിടുന്ന് ഒരു തലയണമലൊക്കെ ചാരിയിട്ടാവൂലേ. അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഷേലൗലാക്ക് എന്ന് പറഞ്ഞാൽ, ഷേലൗലാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റിയ പറയാം. അപ്പോൾ അതിന്റെ തലസ്ഥാനമാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി, ആ മില്ലത്തിലുള്ള ഭരണം നടത്തിയിരുന്ന അതിന്റെ തലസ്ഥാനമാണ് എന്നാണ് ഉദ്ദേശം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നക്ഹത്ത് ഗുൽ കി തൊറഹ് പാകീസ ഹേ ഉസ്കി ഹവ, നക്ഹത്ത് പറഞ്ഞ സുഗന്ധമുള്ള, ഗുൽ കി തൊറഹ് പൂവിന്റെ പോലെ, പാകീസ ഹേ പവിത്രമായതാണ്, ഉസ്കി ഹവ ആ ഖുസ്തുന്തീനിയയുടെ അന്തരീക്ഷം. പിന്നെ തുർബത്ത് അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു എവിടെയാണ് മറവ് ചെയ്യപ്പെട്ടത്? അപ്പൊ തുർബത്ത് അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു, അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മണ്ണ്
അതിൽ നിന്ന് ആത്തി ഹേ സദാ, അവിടെ നിന്ന് വരുന്നു ശബ്ദം, ഒരു ശബ്ദം വരുന്നു. എന്താ ശബ്ദം? ഏ മുസൽമാൻ, അല്ലയോ മുസ്ലിമീങ്ങളെ, മില്ലത്തെ ഇസ്ലാമിക്ക് ദിൽ ഹേ യേ സെഹർ, ഇസ്ലാം മതത്തിന്റെ മനസ്സാകുന്നു ഈ പട്ടണം. സൈക്കഡോ സദിയോ, നൂറുകണക്കിന് നൂറ്റാണ്ടുകൾ കി കസ്തോ ഖാൻ കാ ഹാസിൽ ഹേ യേ സെഹർ, പോരാട്ടങ്ങളുടെയും പോരാട്ടങ്ങളുടെയും അതിലൂടെയും ലഭിച്ചതാണ് നമുക്ക് ഈ പട്ടണം എന്നുള്ളത്. അപ്പോൾ ഇത്ര എടുക്കണുള്ളൂ. കാണാതെ പഠിക്കണമെന്നില്ല, പക്ഷേ പഠിച്ച ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത ആഴ്ച എല്ലാവരും പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.